ഞാൻ ദിനേശൻ തടത്തിൽ നിയമം മൂലം സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടുള്ള കൂറും കേരളത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്നും എല്ലാത്തിനോടും നീതി പുലർത്തുമെന്നും ഞാനിവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രജകളെ, എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണ്ടി വന്നാൽ അത് പൊന്തിച്ച് കാണിക്കാനും അറിയാം. മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ മലയാളത്തിൽ 4 മുട്ടം തെറി പറയാനും അറിയാം. ഈ ലൈൻ പിടിക്കാം അല്ലേ? ഇത് മതി. ഇതേ ലൈൻ പിടിച്ചാൽ മതി നമുക്ക്. ജിതിൻ രാംദാസിന്റെ അതേ ലൈൻ. മുണ്ട് പൊക്കി കാണിക്കുന്നതൊക്കെ കൊള്ളാം, പഴയ പോലെ അടിയിലൊന്നും ഇടാതിരിക്കരുത്. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഭരണത്തിന്റെ കാര്യത്തിൽ തുഗ്ലക്കിനെ പോലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും, അല്ലേ ശോഭേ? ആ ഡിസ്കഷനിലേക്കൊക്കെ നമുക്ക് പിന്നെ കടന്നാ പോരെ? പോരാ, കൃത്യമായ PR വർക്ക് വേണം. അത് ശോഭ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഈ കേരളം ഭ്രാന്താലയ എന്ന് പറഞ്ഞില്ലേ, അവരെ കൊണ്ട് നമുക്കിത് മാറ്റി പറയിപ്പിക്കണം. അത് നടക്കണ കാര്യല്ല. മനസ്സിലായി. റെസ്റ്റ് ഇൻ പീസ്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ലൈൻ പിടിക്കാം, ദൈവത്തിന്റെ സ്വന്തം നാട്. അത് വേണ്ട. നമ്മൾ ഈ ദൈവത്തിൽ നിന്നും വിശ്വസിക്കുന്നവരല്ലല്ലോ. അപ്പൊ ലീഡറെ, നമ്മുടെ വികസനം എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? പച്ചക്കറി കിറ്റ് കൊടുത്താലോ? എല്ലാ ദിവസവും ഓരോ തേങ്ങ വെച്ച് എല്ലാ വീട്ടിലും. എന്താ ഈ പെൺബുദ്ധി എന്ന് പറഞ്ഞ വെറുതെ അല്ല, അതൊക്കെ 2020 പലരും ചെയ്തല്ലേ. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കും. പ്രജകളെ, യുവാക്കളെ എങ്ങനെ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാം എന്നുള്ളത് നമ്മൾ ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനിപ്പോ നമ്മുടെ നാട്ടിൽ യുവാക്കളില്ലല്ലോ. ശരിയാണല്ലോ. വിദേശ രാജ്യങ്ങൾ, കാനഡ മൂർദാബാദ്, യൂറോപ്പും മൂർദാബാദ്. കേരളത്തിൽ സോംബി സ്ട്രീറ്റുകൾ കൊണ്ടുവരണം. അത് യുവാക്കൾക്കിടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കും. US ഭയങ്കര ട്രെൻഡിങ് ആണത്. നോമിനേഷൻ ലാസ്റ്റ് ഡേറ്റ് നാളെ കേട്ടോ. അതെ, രാവിലെ തന്നെ പോയി നോമിനേഷൻ കൊടുക്കണം. ഹലോ. അതെ, നാളെ തന്നെ കൊടുക്കണം. 1-ാം വാർഡിൽ ഞാൻ, 2-ാം വാർഡിൽ താൻ, 3-ാം വാർഡിൽ ശോഭ. അല്ല, അപ്പൊ ബാക്കിയുള്ള 20 വാർഡുകളിലോ? ഇതിപ്പോ ഇന്ന് തുടങ്ങിയ പാർട്ടിയല്ലേ, പാർട്ടിയിൽ 3 ആളല്ലേ ഉള്ളൂ. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും പാർട്ടി വളരും. അപ്പൊ നമ്മൾ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തും. ഇപ്പൊ നമ്മൾ ജയിച്ച മെമ്പർ, അപ്പൊ ഇനി പ്രധാനമന്ത്രിയൊക്കെ ആവാൻ എത്ര സമയം എടുക്കും? എന്റെ ശോഭയെ കൂടി വന്ന 10 വർഷം. എന്നിട്ട് വേണം പാകിസ്ഥാൻ ബോർഡറിലും ചൈന ബോർഡറിലുമുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ. അതല്ല ലീഡറെ, നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം എന്തുവാ? നമ്മുടെ ചിഹ്നം കിണ്ടി. കിണ്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാ പ്രജകൾക്കും നന്ദി. ശോഭെ, പുതപ്പെടുക്കാൻ മറക്കരുത്. താനും എന്തൊക്കെയാ വാങ്ങിച്ചത് കറക്റ്റ് കൊടുക്കണം, മനസ്സിലായല്ലോ? ഇപ്പൊ തന്നെ പുതപ്പിന്റെ കാര്യം ഞാൻ മറന്നേനെ. അപ്പൊ ശരി, എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോണം. അപ്പൊ കാണാം.